ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ നടത്തുന്ന ആക്രമണം തടയാൻ യുഎസിന്റെ പുതിയ നീക്കം. മറ്റു രാജ്യങ്ങളുടെ സഹകരണത്തോടെ ബഹിരാഷ്ട്ര നാവികസേന രൂപീകരിക്കുമെന്ന് പെന്റഗൺ അറിയിച്ചു. അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ നിന്നും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി മധു കൊട്ടാരക്കര തത്സമയം മോർണിംഗ് ഷോയിൽ. മധു, ഗുഡ് മോർണിംഗ്. ഈ ചെങ്കടൽ വഴിയുള്ള യാത്രയൊക്കെ അവസാനിപ്പിച്ചു, ഈ ഹൂതികളെ പേടിച്ചെന്ന് പറയുന്നു. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SK. ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തുടക്കത്തിൽ ഇസ്രയേൽ കപ്പലുകളെ ആക്രമിക്കുമെന്നായിരുന്നു ഹൂതി ഗ്രൂപ്പ് നേതാക്കളുടെ ആദ്യ ഭീഷണി മുഴക്കിയതെങ്കിലും പിന്നീട് അവര് ആ ആക്രമണം വിപുലമാക്കുകയായിരുന്നു. ഇത് തുടരുകയാണെങ്കിൽ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തെ സാരമായി ബാധിക്കുകയും വിപണിയിൽ വില കൂടുകയും ചെയ്യുമെന്ന് എണ്ണ വ്യാപാരികളുടെ ഒരു മുന്നറിയിപ്പും ഇന്ന് വന്നിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് വിഷയം അതീവ ഗൗരവത്തോടെ പെന്റഗൺ ഏറ്റെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ മറ്റു രാജ്യങ്ങളുടെ സേനയൊക്കെ ഉൾപ്പെടുത്തി ഒരു ബഹിരാഷ്ട്ര നാവികസേന, അതായത് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരോടുകൂടി ഒരു നാവികസേന രൂപീകരിക്കും. അമേരിക്ക കൂടാതെ UK, ബഹ്റൈൻ, ഫ്രാൻസ്, നോർവേ എന്നീ രാജ്യങ്ങളായിരിക്കും തുടക്കത്തിൽ ഈ സൈനിക കൂട്ടായ്മയിൽ പങ്കെടുക്കുക. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികൾ, എണ്ണ വ്യാപാരികൾ, അതുപോലെ കാർഗോ കമ്പനികളൊക്കെ അവരുടെ യാത്ര അടുത്ത കാലത്ത് വഴിമാറ്റിയതോടെ എണ്ണവില വിപണിയിൽ ഉയരുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു രാജ്യത്തിന്റെ മാത്രമല്ല, ഒരു ആഗോള പ്രശ്നമാണെന്നും അന്താരാഷ്ട്ര തലത്തിൽ ഇതിനോട് ഒരു പ്രതികരിക്കണം എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ എത്തിയിട്ടുള്ള അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറയുന്നത്. യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഒരു നിർണായക പങ്ക് വഹിച്ച സൗദി അറേബ്യയുടെയും UAEയുടെയും ഒക്കെ പിന്തുണ ഉറപ്പാക്കുവാൻ അമേരിക്ക ഒരു ശ്രമം നടത്തിയായിരുന്നു. എന്നാൽ തണുപ്പൻ പ്രതികരണമായിരുന്നു ഈ രണ്ടു രാജ്യങ്ങളുടെയും ഭാഗത്ത് നിന്ന്. ഇറാന്റെ ഈ സാമ്പത്തിക ആയുധ പിന്തുണയോടെ ഹൂതികളുമായി എങ്ങനെ ഇടപെടണം എന്ന കാര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്തതാണ് അതിന്റെ കാരണം. എന്നാൽ ഈ എണ്ണ വ്യാപാര രംഗത്തെ വമ്പൻ കമ്പനിയായ ബ്രിട്ടീഷ് പെട്രോളിയോ ആണ് ഏറ്റവും ഒടുവിൽ ചെങ്കടൽ വഴിയുള്ള യാത്ര ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ മേഴ്സ്ക്, ഹപക് ലോയിഡ്, അതുപോലെ MSC, CMA, CGM തുടങ്ങിയ വൻകിട കമ്പനികളും യാത്ര ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. SK. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും ചെങ്കടൽ വഴിയുള്ള യാത്ര ചില രാജ്യങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. ഹൂത്തികൾ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം ഹൂത്തികൾ ഈ കപ്പലുകളെ ആക്രമിക്കുന്നു എന്ന വാർത്ത വന്നപ്പോഴാണ് ഈ തീരുമാനം.